ഇപ്പോൾ SFI ജില്ലാ സെക്രട്ടറി ആശിഷ് ഉണ്ട് ടെലിഫോണിൽ. ആശിഷ്, ഈ കോതമംഗലം MA ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ കുറിച്ചും എഞ്ചിനീയറിംഗ് കോളേജിനെ കുറിച്ചും വ്യാപകമായ പരാതികൾ കുറേ കാലമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വരുന്നൊരു പ്രശ്നം വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ വിദ്യാർത്ഥിയുടെ പ്രതികരണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയത്തിന് യാതൊരു സ്കോപ്പുമില്ലാത്ത അവിടെ വിദ്യാർത്ഥികളുടെ പരാതികൾ കേൾക്കപ്പെടുന്നില്ല, വ്യക്തമായി അവർക്ക് നീതി ലഭിക്കുന്നില്ല എന്നൊരു പരാതി അവർ ഉയർത്തുന്നുണ്ട്. SFIയുടെ ശ്രദ്ധയിൽ ഇത് വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും കഴിഞ്ഞ ഏതാണ്ട് 3-4 മാസങ്ങളായി, ഏതാണ്ട് ഈ അധ്യയന വർഷം ആരംഭിച്ച ഘട്ടം മുതൽ അവിടുത്തെ വിദ്യാർത്ഥി യൂണിയനും അതുപോലെ തന്നെ SFI നിരന്തരമായിട്ട് ഇയർ ബാഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അപാകതകൾ പരിഹരിക്കണം, വിദ്യാർത്ഥികളെ വലിയ നിലയിൽ മാനസിക സംഘർഷത്തിലേക്ക് ഇത് കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട്, നിരവധിയായ വിദ്യാർത്ഥികൾ പഠനം പകുതി വഴിയിൽ ഉപേക്ഷിച്ചാലോ എന്ന് പോലും ചിന്തിക്കുന്നു എന്ന നിലയിലുള്ള കൺസേൺസ് ഒക്കെ ഇവിടുത്തെ മാനേജ്മെന്റിനെ അറിയിച്ചതാണ്. ഏതാണ്ട് 3 ആഴ്ചകൾക്ക് മുൻപ് സാങ്കേതിക സർവകലാശാല ഇയർ ബാഗ് പൂർണ്ണമായി ഒഴിവാക്കാൻ ഉള്ള തീരുമാനം എടുത്തപ്പോഴും ആ തീരുമാനം ഞങ്ങൾക്ക് ഈ ക്യാമ്പസിൽ നടപ്പിലാക്കേണ്ടതില്ല എന്ന നിലപാടാണ് MA കോളേജിന്റെ അധികാരികൾ സ്വീകരിച്ചത്. അവർ പറയുന്നത് ഞങ്ങൾ ഓട്ടോണമസ് കോളേജാണ്, സർവകലാശാലയുടെ ഒരു തീരുമാനങ്ങളും അതേപടി ഞങ്ങൾക്കിവിടെ നടപ്പാക്കേണ്ടതായിട്ടില്ല. പക്ഷേ അക്കാദമിക് ഓട്ടോണമി അനുവദിക്കുമ്പോഴും ആ ക്യാമ്പസ് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത് KTUവിനോടാണ് എന്ന യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിന് പുല്ല് വില പോലും കൽപ്പിക്കാതെ ഏതാണ്ട് ധാർഷ്ട്യത്തോടു കൂടിയാണ് വിദ്യാർത്ഥികളോട്, അത് എല്ലാ വിദ്യാർത്ഥികളോടും ആ മാനേജ്മെന്റും അവിടുത്തെ അധ്യാപകരും പ്രിൻസിപ്പൽ അടക്കം പ്രതികരിച്ചുകൊണ്ടും ഇടപെട്ടുകൊണ്ടും ഇരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം. അതിനകത്ത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ, ഒരു അതർ സ്റ്റേറ്റ് സ്റ്റുഡന്റ് ആണ്, എത്രത്തോളം സ്വപ്നങ്ങളുമായി ആ ക്യാമ്പസിലേക്ക് എത്തിയിട്ടുണ്ടാവുന്ന വിദ്യാർത്ഥിയായിരിക്കും. ആ വിദ്യാർത്ഥിയുടെ ജീവന് ആ മാനേജ്മെന്റ് മറുപടി പറയുന്ന നിലയിലേക്ക് ശക്തമായ പ്രതിഷേധം ആ ക്യാമ്പസ് കേന്ദ്രീകരിച്ച് SFIയുടെ നേതൃത്വത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അത് MA കോളേജിൽ മാത്രമല്ല, സമാനമായിട്ട് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ഇയർ ബാഗ് സിസ്റ്റം വിവിധ ക്യാമ്പസുകൾക്കകത്ത് ഒരുപാട് വിദ്യാർത്ഥികളെ മാനസികമായിട്ട് അവരുടെ പഠനം പോലും പകുതി വഴി ഉപേക്ഷിക്കാൻ കഴിയുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട്. അതിനെതിരായി സംസ്ഥാനത്താകെ ശക്തമായ പ്രതിഷേധം SFIയുടെ നേതൃത്വത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്.